നമസ്കാരം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ലോക മഹാന്മാരിൽ പ്രധാനിയായ കാളിദാസനെയാണ്. സംസ്കൃത ഭാഷയിലെ ഏറ്റവും പ്രഗത്ഭനായ കവിയും നാടകകൃത്തുമാണ് കാളിദാസൻ. അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ സംസ്കൃത സാഹിത്യം ഉയർച്ചയുടെ പരമോന്നതിയിലെത്തി. ഗുപ്ത രാജാവായിരുന്ന ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ്റെ രാജധാനിയിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു കാളിദാസൻ. അഭിജ്ഞാന ശാകുന്തളമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതി. ഇത് അനേകം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാളിദാസൻ്റെ 7 കൃതികളാണ് ലഭ്യമായിട്ടുള്ളത്. മാളവികാഗ്നിമിത്രം, വിക്രമോർവശ്യം, അഭിജ്ഞാന ശാകുന്തളം, രഘുവംശം, കുമാരസംഭവം, മേഘസന്ദേശം, ഋതുസംഹാരം എന്നിവയാണ് ഈ 7 കൃതികൾ. കലാമൂല്യം പരിഗണിച്ചാൽ മേഘസന്ദേശമാണ് കാളിദാസൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ കൃതി. ലളിതമായ ശൈലിയും പ്രകൃതി പ്രേമം, പ്രേമബന്ധത്തിലെ വേദന ഇവയുടെ മനോജ്ഞമായ വിവരണം കൊണ്ട് അനാദൃശ്യമാണ് ഈ കൃതി. ഋതുക്കൾ മാറുന്നതനുസരിച്ച് പ്രകൃതിയിലുണ്ടാകുന്ന വൈചിത്യമാർന്ന മാറ്റങ്ങളാണ് ഋതുസംഹാരത്തിൽ. ജർമ്മൻ നിരൂപകനായ ഗോഥെ ഭൂമിയും സ്വർഗവും ഒരുമിക്കുന്ന മഹാകാവ്യമായി ശാകുന്തളത്തെ വാഴ്ത്തി. സർ വില്യം ജോൺസ് 1789 ശാകുന്തളം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി. ഷഡ് ദർശനങ്ങളിൽ അവഗാഹമുണ്ടായിരുന്ന കാളിദാസൻ്റെ ദർശനം ഭഗവത്ഗീതയിലെ ജ്ഞാനകർമ്മ യോഗാനുസൃതമാണെന്ന് ഗവേഷകന്മാർ അഭിപ്രായപ്പെടുന്നു. BC 1-ാം ശതകത്തിൽ ഉജ്ജയിനിയിലാണ് കാളിദാസൻ ജനിച്ചതെന്ന് കരുതപ്പെടുന്നു. ഇരിക്കുന്ന കമ്പ് വെട്ടിക്കൊണ്ടായിരുന്നു മണ്ഡശിരോമണിയായ യുവാവ് കാളീദേവിയുടെ അനുഗ്രഹം സിദ്ധിച്ച് മഹാജാനിയായി തീർന്നു എന്ന ഒരു ഐതിഹ്യം കാളിദാസനെക്കുറിച്ച് പറഞ്ഞു വരുന്നുണ്ട്. ഇത് ഭാരതത്തിൻ്റെ അഭിമാനമായ ക്രിസ്തുവിന് മുമ്പ് BC 1-ാം ശതകത്തിൽ ജീവിച്ചിരുന്ന കാളിദാസൻ എന്ന സാഹിത്യകാരനെ പറ്റിയുള്ള ചില ചെറിയ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു. ഇതിത്രമാത്രം. നന്ദി, നമസ്കാരം.